الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹജീവി സ്നേഹം എന്നത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരിടത്ത് ഒരാളെ അടച്ചിട്ടു. കൂട്ടിന് മനുഷ്യൻ മാത്രമില്ല. ബാക്കി ഭൗതികമായി ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതം. അവന് സഹജീവികളിൽപ്പെട്ട കൂട്ട് വേണം. മിണ്ടാനും പറയാനും കാണാനും ഒക്കെ ആള് വേണം. അതുകൊണ്ട് തന്നെ ഇൻസാൻ എന്നാണല്ലോ മനുഷ്യന് പറയാ. ഇൻസാൻ എന്ന പദം നിഷ്പന്നമായത് തന്നെ ഉൻസ് എന്ന പദത്തിൽ നിന്നാണ് എന്ന് പറയപ്പെടാറുണ്ട്. ഒമാ സുമ്മിയൽ ഇൻസാനു ഇല്ലാ ലി ഉൻസിഹി. അതായത് സഹജീവികളോടെ ഉള്ള ആ നേരം പോക്ക് അത് ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ. അതല്ലെങ്കിൽ മനുഷ്യന് നിസിയാനുണ്ട്, മറവി. ഒന്നുകിൽ നിസിയാൻ അല്ലെങ്കിൽ ഉൻസ്. ഇതാണ് ഇൻസാനിന്റെ ധാതു എന്ന് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ ഉമ്മമാര് പറയാറില്ലേ, ഓന്റെ കൂടെ കൂടിയതിന്റെ ശൈവൻ എങ്ങനായത്. കൂട്ടുകെട്ട് പരിവർത്തനപ്പെടുത്തും, മോശമാക്കും, നന്നാക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കുറച്ചുകൂടി പഴമക്കാര് പറയും, ആല ചാരിയാല് ചാണോ മണക്കും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ആല ചാരിയാൽ ചാണകവും മണക്കും എന്ന് പറഞ്ഞാൽ അത് റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം വേറെ നിലക്ക്. അതായത് നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും റസൂല് ഈ ഉപമയിലൂടെ തന്നെയാ പഠിപ്പിച്ചത്. റസൂല് പറഞ്ഞത് ഒരു അത്തറ് വിൽപ്പനക്കാരന്റെ, ഒരു കസ്തൂരിക്കാരന്റെ അടുത്തിരിക്കുന്നത് പോലെയാണ്. ഒന്നുകിൽ നിനക്ക് കസ്തൂരി വാങ്ങാം, അല്ലെങ്കിൽ തടഞ്ഞു വെക്കാൻ കഴിയാത്ത അതിന്റെ സ്മെല്ലുണ്ടല്ലോ, നല്ല മണം, അത് നിനക്ക് കിട്ടും. ഇനി മോശം കൂട്ടുകാരനോ ഒരു ഇരുമ്പ് പണിക്കാരന്റെ ഒലോക്കിൽ പോയിരുന്നത് പോലെയാണ് റസൂല് പറയുന്നത്. ആ ഇരുമ്പ് പണി എടുക്കുന്ന ഒലോക്കിൽ പോയിരുന്നാൽ എന്താ അവസ്ഥ? അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് തീ മാറും. അത് കുറച്ച് മാറി നിന്നാലോ അതിൻ്റെതായ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെയും അനുഭവപ്പെടും. അപ്പൊ എപ്പോഴും കൂട്ടുകാരുടെ സ്വഭാവം നമ്മിലേക്ക് പകരും. രോഗം മാത്രല്ല പകരുക. രോഗം പകരുന്നതിന് മാസ്ക് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ കൂട്ടുകെട്ടുന്ന സമയത്ത് അവരുടെ സ്വഭാവം പകരുമെന്നാണ് സ്വഭാവ പൂർത്തീകരണത്തിന് പറഞ്ഞേക്കപ്പെട്ട ആത്മീയ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. എന്നെ നിയോഗിക്കപ്പെട്ടത് തന്നെ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അപ്പൊ സ്വഭാവങ്ങൾ വരുന്ന വഴി പഠിപ്പിച്ചു റസൂൽ.
കൂട്ടുകെട്ടിലൂടെയാണ് സ്വഭാവം വരുന്നത്. അല്ലാഹു റസൂല് പറഞ്ഞതായി കാണാം, അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫ വമാ തനാകറ മിൻഹാ ഇഖ്തലഫ. ഈ ആത്മാവുണ്ടല്ലോ, മനുഷ്യന്റെ റൂഹ്, ഇതെല്ലാം ഒരു ഇനമല്ല, പല ഇനങ്ങളാണ്. റൂഹ്, ആത്മാക്കൾ, പല ഇനം ആത്മാക്കളുണ്ട്. ചില ഇനങ്ങൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ ഇനത്തിൽപ്പെട്ട ആത്മാവുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ജോയിന്റ് ആകും. ഇനി വിപരീത താല്പര്യമുള്ള ആത്മാക്കളുടെ ഉടമകളായ മനുഷ്യരാണെങ്കിലോ അവർ പരസ്പരം അകലും. നമ്മൾ ആത്മബന്ധം, ആത്മീയ ബന്ധം എന്നൊക്കെ പറയുന്നില്ലേ, അത് നല്ലതിനുണ്ട് ചീത്തക്കും ഉണ്ട്. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ തമ്മിൽ നല്ല ബന്ധമായിരിക്കും. നമ്മൾ പറയാറില്ലേ, കള്ളുടിയന്മാര് ഭയങ്കര ബന്ധമായിരിക്കും അവർ തമ്മിൽ. കാരണം അവരുടെ രഹസ്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ അവരെ പോലത്തെ ആളുകളെ അവർക്ക് പറ്റുള്ളൂ. അപ്പൊ നല്ല കൂട്ടായിരിക്കും. കുറ്റകൃത്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. കുറ്റകൃത്യങ്ങളിലും ഒഴുകുന്ന ആളുകൾ അതൊക്കെ ഒറ്റക്കെട്ടായിരിക്കും. പക്ഷെ ആ ഒറ്റക്കെട്ടും കൂട്ടുകെട്ടൊക്കെ അതിന്റെ അവസാനം വലിയ അപകടമാണ്, മരിച്ചു ചെന്നാൽ. കാരണം അക്രമികൾ കൈകടിക്കുന്ന ഒരു ദിവസം ഖിയാമത്ത് നാളിനെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞതായി കാണാം. യഖൂലു, അക്രമികൾ പറയും, യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീലാ, ഞാൻ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത്താ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാൽ ഇന്നവനെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ കൂട്ടുകെട്ടാണ് എന്നെ പിഴപ്പിച്ചത്, വളരെ മോശമായി പോയി എന്ന് കൈകടിച്ച് തുപ്പിപ്പറയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തവേ അല്ലാഹു തആല സൂറ ഫുർഖാനിലൂടെ നമ്മോട് പറഞ്ഞു തരിക. അപ്പൊ കൂട്ടുകെട്ടിന്റെ ഒരു മനുഷ്യന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് വലിയ സ്വാധീനമുണ്ട്. നല്ലോണം ആലോചിക്കണം, ഞാൻ ആരുടെ കൂടെയാ കൂട്ടുകെട്ടുന്നത്, നമ്മുടെ മക്കൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്, പെൺകുട്ടികളുടെ കൂട്ടുകാരൊക്കെയാണ്. ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറഞ്ഞു, അൽ അഖില്ലാഉ യൗമഇദിൻ ബൈനഹും ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വ്. അൽ അഖില്ലാഉ യൗമഇദിൻ, അന്നേ ദിവസം കൂട്ടുകാർ, ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വ്, അവർ ചിലർക്ക് ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. തഖ്വയുടെ അടിസ്ഥാനത്തിൽ സുഹൃബന്ധമുണ്ടായാൽ അവർ ശത്രുക്കളല്ല. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ സുഹൃബന്ധമുണ്ടായാൽ പരസ്പരം ശത്രുക്കളാകും. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ എങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഇവിടുന്ന് വലിയ കൂട്ടായിരിക്കും, അവിടുന്ന് അടിയായിരിക്കും. അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരിക. അറബി ഭാഷയിൽ സദീഖ് എന്ന് പറയും, കൂട്ടുകാരൻ. സദീഖ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം, അറബികൾ യാ സദീഖ് എന്നാ വിളിക്കാൻ. സദീഖ് എന്ന് പറഞ്ഞാൽ സിദ്ഖിൽ നിന്നുള്ളതാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം, സത്യസന്ധമായ ബന്ധം, അതുള്ള ആൾക്കാണ് സദീഖ് എന്ന് പറയാം. എന്നാൽ ഖലീൽ എന്ന് പറയും, ഇപ്പൊ അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കി. ഖലീൽ എന്ന് പറഞ്ഞ വാക്ക്, ഈ ഖലീലും സദീഖും രണ്ടും രണ്ടാണ്. ഉച്ചമിത്രു എന്ന അർത്ഥമാണ് ഖലീലിനുള്ളത്. ഖലീൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു സുഹൃബന്ധമല്ല, മറിച്ച് ഹൃദയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവേശിപ്പിക്കുക. അങ്ങനെ ഇനിയൊരു രഹസ്യമില്ല, എല്ലാം സമർപ്പിക്കുക, എന്തു മറഞ്ഞാൾ, അതിനാണ് ഖലീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യവർഗത്തിൽ നിന്ന് ആരെയും അമ്പിയാക്കൾ ഖലീലാക്കിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ഖലീലാക്കി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെയെങ്കിലും ഖലീലായി ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലഫ്തഖത്തു അബൂബക്കറിൻ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലാക്കുമായിരുന്നു. പക്ഷെ ആക്കാൻ പറ്റൂല. മനുഷ്യവർഗത്തിൽ നിന്ന് എനിക്ക് ഖലീലില്ല, എന്റെ ഖലീൽ റബ്ബാണ്. എന്റെ ഹൃദയത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ രഹസ്യങ്ങളിലും അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനെ ഖലീലാക്കി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരമാവധി ശ്രമിക്കണം അള്ളാഹുവിനെ ഖലീലാക്കാൻ.
എല്ലാ ഉള്ളുകളിലെയും ആർക്കും കൊടുക്കാൻ പറ്റൂല, ഖലീലാക്കാൻ പറ്റൂല മനുഷ്യന്മാരെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണം. എങ്ങനെ? ഒരു മിതമായ സ്നേഹം. എല്ലാം അങ്ങ് പറയാ, അത് വേണ്ട. കാരണം എന്താ? റസൂല് പറയാ വല്ലപ്പോഴും അവൻ നിന്റെ ശത്രുവായാലോ. നീ എല്ലാം അങ്ങ് പറഞ്ഞു, പിന്നെ എപ്പോഴെങ്കിലും നിന്റെ ശത്രുവായി കഴിഞ്ഞാൽ പിന്നെ നീ പറഞ്ഞ നിനക്കെതിരായി ഉപയോഗിക്കൂലേ. നീ ആരെയെങ്കിലും വെറുക്കുകയാണെങ്കിൽ ഒരു മിതമായിട്ട് വെറുക്കണം. വെറുക്കുമ്പോഴേക്ക് മുഴുവനും അങ്ങ് പറയാം, അത് പറ്റൂല. കാരണം വല്ലപ്പോഴും അവൻ നിന്റെ സുഹൃത്തായാലോ. സുഹൃത്തായാലും മറക്കാൻ പറ്റാത്ത വർത്താനം വെറുപ്പുള്ള സമയത്ത് പറഞ്ഞു പോകരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൂട്ടുകെട്ട് എന്നത് പരിശുദ്ധ ദീൻ വളരെ സവിസ്തരം ചർച്ച ചെയ്ത റസൂല് പഠിപ്പിച്ച സംഗതിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം നമുക്കിടയിൽ ഉണ്ടാകണം. കുടുംബ ബന്ധത്തിന്റെ സ്നേഹം അല്ല, അത് വേറെ, അത് പ്രതിഫലാർഹമാണ്. അതുപോലെ പല രൂപത്തിലും തൊഴിൽ ബന്ധങ്ങൾ ഉണ്ടാകാം. ഇതൊന്നുമല്ലാതെ ഒരു ഈമാനിക ബന്ധം, ഒരാൾക്ക് അള്ളാഹുവുമായി നല്ല ബന്ധമാണ് നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ അന്വേഷിച്ചപ്പോ അങ്ങനെ നമുക്ക് മനസ്സിലായപ്പോ ആ മനുഷ്യനോടൊരു ഇഷ്ടം, അത് രക്തബന്ധമല്ല, മറിച്ച് അള്ളാന്റെ കാര്യത്തിലുള്ള സ്നേഹം. ആ സ്നേഹം നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇബാദത്താ. നമ്മുടെ നമസ്കാരത്തെക്കാളും നമ്മുടെ നോമ്പിനേക്കാളും എല്ലാറ്റിനേക്കാളും വലിയ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ സന്ദർശിക്കാൻ പോയ ഒരു കഥയുണ്ട്. റസൂലാണ് കഥ പറയുന്നത്. ഏതോ നാട്ടിലുള്ള തന്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയി. അങ്ങനെ പോയപ്പോ വഴിക്ക് വെച്ച് ഒരു മലക്ക് വന്ന് ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അയിനത്തുരീതു, എങ്ങോട്ടാ പോകുന്നത്? അപ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് ഈ നാട്ടിലൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. മലക്കിന്റെ ചോദ്യം, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറബ്ബുഹാ, നിങ്ങളുമായി വല്ല ഇടപാടുകളും ഉണ്ടോ? ആ ഇടപാട് വളർത്താൻ വേണ്ടി. കാലല്ല, വൈറ അന്നി അഹബബ്തുഹു ഫില്ലാഹി അസ്സ വജൽ, ഞാൻ അള്ളാന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ഞങ്ങളുമായിട്ടുള്ള ബന്ധം അള്ളാന്റെ ബന്ധാണ്, ഈമാനിക ബന്ധാണ്. അപ്പൊ മലക്ക് പറഞ്ഞു പോലും, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബബ്തുഹു ഫീ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുപോലെ താങ്കളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ വന്നതാണ്. അപ്പോ അതൊരു വലിയ ഇബാദത്താണ്. വളരെ വ്യക്തമായി നമുക്ക് ഇത്തരം സംഭവങ്ങൾ കാണാൻ കഴിയും. അതായത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക എന്നത് ഒരു രാജാവൊന്നല്ലല്ലോ, അല്ലെ ഒരു ഭരണാധികാരി അല്ലല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണുള്ളത്? അതിനേക്കാൾ വലിയ മികവെന്താണുള്ളത്? അതിനേക്കാൾ വലിയ അഭിമാനം എന്താണുള്ളത്? അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് നമ്മെ ഇഷ്ടപ്പെടിക്കാനുള്ള ഒരു മാർഗാണ് അള്ളാന്റെ കാര്യത്തിൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക എന്നത്. കായിക രംഗത്ത് ചില താരങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലരുടെ കവിതകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്തുകൊണ്ട്? ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇഷ്ടം വരുന്നില്ല. അപ്പോഴാണ് ആ ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ട് ഈമാനിന്റെ മധുരം അനുഭവിക്കുന്ന 3 കാര്യങ്ങളിൽ റസൂലുള്ള പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ അവനെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാന്റെ പേരിൽ മാത്രമുള്ള ഒരു സ്നേഹം നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആരോടെങ്കിലും, അത് ഈമാനിന്റെ മധുരമാണ്. അല്ലാതെ ബിസിനസ് രംഗത്ത് ഒരാളോട് സ്നേഹം, അത് ബിസിനസിന്റെ മധുരാണ്. തൊഴിൽ രംഗത്ത് ഒരാളോട് സ്നേഹം, അത് തൊഴിലിന്റെ മധുരമാണ്. അതുപോലെ അഭിനയത്തിന്റെ പേരിൽ ഒരാളോട് സ്നേഹം, അത് അഭിനയത്തിലുള്ള മധുരമാണ്. ഈമാനിന്റെ പേരിൽ ഒരാളെ സ്നേഹം, അത് ഈമാനിന്റെ മധുരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് തന്നെ പറയുന്നത് കാണാൻ കഴിയും, വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം, എന്റെ ഇഷ്ടം അത് നിർബന്ധമായി. ആർക്ക്? അൽ മുതഹാബ്ബീന ഫിയ്യ,
എന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരുണ്ടോ അവർക്ക്. വൽ മുതജാലിസീന ഫിയ്യ, എന്റെ കാര്യത്തിൽ കൂടിയിരിക്കുന്നവരുണ്ടോ അവർക്ക്. വൽ മുതസാവിരീന ഫിയ്യ, എന്റെ കാര്യത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവരുണ്ടോ അവർക്ക്. അള്ളാന്റെ കാര്യത്തിൽ കാണാൻ പോകുന്നു, അള്ളാന്റെ കാര്യത്തിൽ കൂടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ കാര്യത്തിലാണ് സംസാരം, അള്ളാഹുവിന്റെ കാര്യത്തിലാണ് സ്നേഹം. അവർക്ക് അള്ളാന്റെ സ്നേഹമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തന്നെ പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ നമ്മെ കേൾപ്പിക്കുകയാണ്. അപ്പൊ അതിനേക്കാൾ വലിയ മഹത്വം എന്താണ്? നമ്മള് നല്ല ആളുകളെ സ്നേഹിച്ചാൽ ഒരുപക്ഷെ അവരെ പോലെ നമ്മളാകണമെന്നില്ല, എന്നാലും ഈ സ്നേഹത്തിന്റെ കൂലി നമുക്ക് കിട്ടും. ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരോട് സഹായം തേടുക എന്നല്ല. ഇപ്പൊ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയത് റസൂലിനോട് സഹായം തേടുക എന്നാണ്. അങ്ങനല്ല, മറിച്ച് റസൂലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ്. റസൂലിന് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം ചെയ്യുക, റസൂലിന് എന്താണോ വെറുപ്പ് അത് ചെയ്യാതിരിക്കുക. അതാണ് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ നേട്ടങ്ങളിൽപ്പെട്ടതാണ് മഹ്ശറയിൽ ചെന്ന ഒരു പേടി ഉണ്ടാവില്ല. ഇപ്പൊ മഹ്ശറയിൽ എല്ലാവരും ദാഹിക്കുന്നു, വലയുന്നു, ബേജാറാണ്. എന്നാൽ അർശിന്റെ തണല് കൊടുക്കുന്ന വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ള എണ്ണിയത് റജുലാനി, രണ്ടാളുകൾ. തഹാബ്ബാ ഫില്ലാഹി, അള്ളാന്റെ കാര്യത്തിൽ അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു. ഇജ്തമഅ അലൈഹി, അതിനാണ് അവർ ഒരുമിച്ച് കൂടിയത്. വതഫറഖ അലൈഹി, അങ്ങനെ തന്നെ അവർ പിരിഞ്ഞു പോയത്. അതിന്റെ ഇടയിൽ വേറെ വർത്താനങ്ങളൊന്നുമില്ല. കാണാൻ പോകുമ്പോ സംസാരിക്കുമ്പോ ഒക്കെ അവരുടെ വിഷയം അതാണ്. ഏത്? അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള സ്നേഹമാണ് അവർക്കിടയിലുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഈ ഇത്തരം പ്രതിഫലങ്ങൾ മനസ്സിലാക്കി നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഒരു ദിവസം, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ, അള്ളാന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ട്. മാഹും ബി അംബിയാ വലാ ശുഹദാ, ഒരു നബിമാരുമല്ല അതുപോലെ ശുഹദാക്കളുമല്ല. പക്ഷെ നബിമാരും ശുഹദാക്കളും വിചാരിക്കും ഇവർക്ക് കിട്ടിയ പ്രതിഫലമൊക്കെ ഞങ്ങൾക്ക് വേണമായിരുന്നു. നാളെ മഹ്ശറയിൽ അല്ലാഹ് ഇവരെ ആദരിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് അവര് പോലും കൊതിച്ചു പോകുന്ന പ്രതിഫലം ലഭിക്കുന്ന ആളുകളുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത്? ഖാലൂ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ ഈ വിഭാഗം ആളുകൾ? തുഖ്ബിറുനാ മൻഹും, ആരാണ് അവർ? ഖാല, റസൂൽ പറയുന്നു, ഹും ഖൗമുൻ തഹാബ്ബൂ ബിറൂഹില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ചവർ. അലാ ഗൈരി അർഹാമിൻ, അവർക്ക് കുടുംബ ബന്ധമില്ല സ്നേഹത്തിൽ. കുടുംബ ബന്ധം ഉണ്ടെങ്കിൽ ആ ഏട്ടനീനാണ്, എളാപ്പി മൂത്താപ്പിയാണ്, അങ്ങനെ സ്നേഹിച്ചതാണെന്ന് പറയാം. അതല്ല, രക്തബന്ധമില്ല. വലാ അംവാലി യതആതൗനഹ, അവർ പരസ്പരം കൈമാറുന്ന സാമ്പത്തിക ഇടപാടുകളും ഇല്ല. പിന്നെന്താ ഉള്ളത്? അള്ളാന്റെ കാര്യത്തിലുള്ള സ്നേഹം മാത്രമാണ്. അവരെ പറ്റി അന്വേഷിക്കുമ്പോ, അവരെ പോകുന്നു, കാണുന്നു. എന്താ ബന്ധം? അള്ളാഹുവിനുള്ള ബന്ധമാണ്. അങ്ങനെ ബന്ധം കൊണ്ട് നടന്നാൽ, അത് മുറിയാതെ കൊണ്ട് നടന്നാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കണ്ടിട്ട് രക്തസാക്ഷികൾ വരെ ആഗ്രഹിച്ചു പോകും, അമ്പിയാക്കൾ വരെ കൊതിച്ചു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. വല്ലാഹി ഇന്ന വുജൂഹഹും ലനൂർ, അവരുടെ മുഖം പ്രകാശിക്കുമെന്ന്. വഇന്നഹും അലാ നൂർ, അവർ പ്രകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങളൊക്കെ പേടിച്ചാലും അവർക്ക് പേടിക്കാനൊന്നുമില്ല നാളെ മഹ്ശറയിൽ. വളരെ വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, വലാ യഹ്സനൂൻ, അവര് ദുഃഖിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആയത്തോതുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അല്ലാഹുവിന്റെ ഔലിയാ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. സാന്ദർഭികമായി പറയട്ടെ, ഈ ഒരു ആയത്തിനെ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഔലിയായിന് ദുഃഖിക്കാനില്ല, പേടിക്കാനില്ല എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കാറുള്ളത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ച് വിലായത്തിന്റെ പദവിയിലെത്തിയ ആളുകളെ പറ്റി പറയുന്ന വാക്കാണിതെന്നാണ്.
എന്നാൽ റസൂലുള്ളാഹി ഇതിനെ വിശദീകരിച്ച ഈ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. എന്താണത്? കൂട്ടുകൂടി ആളുകൾക്ക് കൊടുക്കുന്ന, അള്ളാഹുവിന്റെ കാര്യത്തിൽ കൂട്ടുകൂടി ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ തെളിവായിട്ടാണ് റസൂലുള്ളാഹി ഈ ആയത്ത് ഓതുന്നത്. അപ്പൊ ഔലിയ അല്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ചവർ, അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ചവർ, ആ സ്നേഹിച്ചവർ എന്ന ഒരർത്ഥം കൂടി ഈ ആയത്തിനുണ്ട് എന്ന് റസൂലുള്ളാഹിയുടെ ഈ വിശദീകരണത്തിന് നമുക്ക് മനസ്സിലാവുകയാണ്. അവർക്കൊന്നും പേടിക്കാനില്ല, അവർക്ക് വിഷമിക്കാനില്ല, എല്ലാം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ രൂപത്തിൽ കൂട്ടുകൂടുന്ന സൽവൃത്തരായ സുഹൃബന്ധം നിലനിർത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസികും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം ഈ പറഞ്ഞ സ്നേഹമുണ്ട്, അതൊരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ പലരോടും നമുക്കിഷ്ടമുണ്ട്. പക്ഷെ ആ ഇഷ്ടം ഇത്രയും വലിയ ഒരു ഇബാദത്താണ് എന്നൊന്നും ഒരു പക്ഷേ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഇഷ്ടം നിലനിർത്താനും വളർത്താനും എന്തൊക്കെ ചെയ്യണം? റസൂലുള്ളാഹി എന്തൊക്കെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അതിലൊന്ന് അന്വേഷണമാണ്. നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് ആദർശ ബന്ധമുള്ള, ഈമാനിക ബന്ധമുള്ള നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കണം. ഇടയ്ക്ക് വെറുതെ മറ്റാവശ്യങ്ങളൊന്നും ഇല്ലാതെ ഫോൺ ചെയ്യണം. ഒഴിവ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സന്ദർശിക്കണം. ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുനടക്കണം. രോഗമാണ് എന്ന് കേട്ട ബാക്കിയൊക്കെ നിർത്തിവെച്ചിട്ട് പോയിട്ട് കാണണം. നാളെ ആകട്ടെ എന്ന് കരുതിയാൽ ചിലപ്പോ ജീവനോടെ കാണാൻ കഴിയണമെന്നില്ല. മരിച്ചു എന്ന് കേട്ടാൽ പരമാവധി നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ആ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു അള്ളാഹ് എന്നെ പറയുന്നുണ്ട് നാളെ മഹ്ശറയിൽ. എടോ, എനിക്ക് രോഗമായിട്ട് നീ എന്താ എന്നെ സന്ദർശിക്കാതിരുന്നത്? റബ്ബ് ചോദിക്കുന്ന രംഗമുണ്ട്. അപ്പൊ മനുഷ്യൻ ചോദിക്കുമ്പോലും പഠിച്ചോനെ എനിക്ക് രോഗാകെ, അപ്പോ എന്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നീ കേട്ടില്ലേ? എന്നിട്ട് നീ പോയി നോക്കിയോ? നീ അവിടെ പോയി നോക്കിയാൽ അവിടെ എന്നെ കാണാം, എന്നെ അനുഭവിക്കാം, എന്നെ കിട്ടും എന്ന് നിനക്കറിയില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള സ്നേഹം അത് വല്ലാത്തതാണ്. ആ ഹദീസിന്റെ തുടർച്ചയിൽ എനിക്ക് വിശന്നിട്ട് എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല ഒക്കെ ചോദിക്കുന്നുണ്ട് റബ്ബ്. നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള അന്വേഷണവും അതുപോലെ അങ്ങനെയായിരുന്നു സലഫുസ് സാലിഹീങ്ങൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ. ഇടയ്ക്ക് അഹ്മദ് ബിൻ ഹംബൽ ഷാഫിയെ സന്ദർശിക്കാൻ പോകും. ഒന്ന് വരാൻ വൈകിയാലോ ഷാഫി ഇമാം അങ്ങോട്ട് പോകും, ശിഷ്യൻ അങ്ങോട്ട്. അവിടെ സ്ഥാനവും വലുപ്പവും ഉസ്താദാണ്, ശിഷ്യനാണ്, അങ്ങനൊന്നുമില്ല. അവിടെ ഈമാനിക ബന്ധമാണ്. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാറുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചാൽ അത് അദ്ദേഹത്തിന്റെ മഹത്വം എന്ന് കണക്കാക്കിയാൽ മതി. ഇനി ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ടാലോ വലി ഫളിഹി, അതും അദ്ദേഹത്തിന്റെ മഹത്വം. എപ്പോഴും മഹത്വം അദ്ദേഹത്തിനാണ്. ഇമാം ഷാഫിയുടെ വിനയാണത്. അദ്ദേഹം എന്നെ വന്ന് കണ്ടാലും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടാലും നല്ല മഹത്വമുള്ള ആളായത് കൊണ്ടാണ് എന്ന് വിനയത്തോടു കൂടി ഷാഫി ഇമാം പറയാറുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കാര്യം,
റസൂല് പറയുന്നത് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, അള്ളാന്റെ കാര്യത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. അപ്പൊ മനസ്സിൽ കൊണ്ടെടുക്കാനുള്ളതല്ല. മൂപ്പരോട് പറയണം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഏത് വിഷയത്തിൽ? അള്ളാന്റെ വിഷയത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ഇത് പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബന്ധം വർദ്ധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരാ, ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നത് അതുപോലത്തെ കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു മലക്കിനെ അവർ ഏർപ്പാട് ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആലോചിക്കണം, ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ പ്രാർത്ഥന അള്ളാഹ് തട്ടൂല എന്ന് റസൂല് പറഞ്ഞതാ. പിന്നെ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ അതും തട്ടൂല. അപ്പൊ ഏതായാലും ഉത്തരം കിട്ടി, രണ്ടാക്കും ഉത്തരം കിട്ടി. പിന്നെയോ നാലാമത്തെ സംഗതി, നമ്മൾ കൂട്ടുകൂടുന്ന സമയത്ത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചില പ്രവർത്തനം നമുക്ക് പിടിച്ചില്ലാന്ന് വരും, ചില സംസാരം നമുക്ക് പിടിച്ചില്ലാന്ന് വരും. മനുഷ്യനല്ലേ, മാപ്പ് ചെയ്യണം. അതെത്ര വലിയ ആളാണെങ്കിലും. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരുന്ന റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. റസൂലും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുമാണ് ഓടി വരുന്നത്. ആ ഓടി വരുന്ന രംഗമൊക്കെ ഹദീസിന്റെ കിതാബിലെ നമുക്ക് കാണാൻ കഴിയും. തുണി ഇങ്ങനെ പൊക്കിയിട്ട് കാലിന്റെ മുട്ട് കാണുന്നുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, മമാ സാഹിബുക്കും ഫഖദ് ഗാമർ, നിങ്ങളെ സഹോദരനെ എന്തോ ഒരു വലിയ പ്രശ്നം, ആ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടാകും. ബെറവ് കണ്ടാൽ തന്നെ അറിയാം. വന്നോക്കും എന്താ വിഷയം എന്ന് വെച്ചാൽ ഉമർ ഖത്താബുമായിട്ട് ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പൊ തന്നെ അത് മാപ്പാക്കി വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ മാനസിക പരിവർത്തനം വന്നിട്ട് നേരെ ഓടിയത് അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് അബൂബക്കർ അവിടെ പോയി എന്ന് വെച്ച് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഓടിയ പള്ളിയിലേക്കാണ്, റസൂലിന്റെ അടുത്ത്. അങ്ങനെ അവിടെ വന്ന് അതെല്ലാം സുൽഹായി തീരുമാനിച്ചു. ഉമർ ഖത്താബ് ഇനി അബൂബക്കറുമായിട്ട് ഒരു വർത്താനത്തിനും ഞാനില്ല, ഒരു തെറ്റുന്ന. അപ്പോ എന്ത് മനസ്സിലായി നമുക്ക്? ആര് തമ്മിലും എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണോ? വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം. അതുപോലെ തന്നെ ബൗദ്ധികമായ സഹായങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യണം, കണ്ടറിഞ്ഞ് സഹായിക്കണം. ഒരു പക്ഷേ സുഹൃത്ത് ബന്ധത്തിൽ മറ്റാർക്കും അറിയാത്ത സംഗതികൾ അറിയാൻ സാധ്യതയുണ്ട്. സലഫ് സാലിഹ്യങ്ങളിൽപ്പെട്ട ചില ആളുകളോട് അവരുടെ സുഹൃത്തുക്കൾ കടം ചോദിച്ചിട്ട് കടം കൊടുത്തിട്ട് കരഞ്ഞ അനുഭവങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അതായത് കടം കൊടുത്ത് കരയാണ് വീട്ടിന്റെ അകത്ത് വന്നു കൊടുത്ത ആള്. അപ്പൊ ഭാര്യയ്ക്ക് നിങ്ങൾ എന്താ പൈസയും കൊടുത്തിട്ട് കരയുന്നു? ചോദിച്ചിട്ട് എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക? അങ്ങനെ കൊടുത്തത് കൊണ്ടാണോ കരയുന്നത്? അപ്പൊ മൂപ്പര് പറയാം, അതൊന്നുമല്ല, ഞാനത് അറിഞ്ഞില്ലല്ലോ. മൂപ്പര് ചോദിക്കേണ്ടി വന്നില്ലേ എന്നോട്? ഞങ്ങൾ വലിയ സുഹൃത്തുക്കളല്ലേ, അപ്പൊ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകരുതല്ലോ, ഞാനത് അറിയണ്ടേ? ഞാൻ എന്തുകൊണ്ടത് അറിഞ്ഞില്ല? ആ ബന്ധത്തിന്റെ ആഴം. യുദ്ധവേളകളിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മുറിവേറ്റ് കിടക്കുന്നവർ തന്റെ സുഹൃത്തിന് കൊടുക്കുക എന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടെയും അപ്പുറത്തും കൊടുത്ത അവസാനം അവരെല്ലാം തിരസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാവരും മരിച്ചുപോയ ചരിത്രം പറയാൻ എളുപ്പമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായിരിക്കണം ബന്ധം. എല്ലാവിധ ന്യൂനതകളും വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചാൽ ഉണ്ട്, അർശിന്റെ തടലുണ്ട്, ആഖിറത്തില് വലിയ പദവിയുണ്ട്. ഞാൻ പൊറുക്കൂല, ഞാൻ വിട്ടുകൊടുക്കൂല എന്ന രൂപത്തിലുള്ള ദുർവാശിയാണെങ്കിൽ അള്ളാഹുവും അവന്റെ മാപ്പ് പിടിച്ചു വെച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിയായി കൊടുക്കണം. പോയിട്ട് ചില ആളുകൾക്ക് ഓഫീസിലൊക്കെ നല്ല കഴിവുണ്ടാകും, രേഖ ശരിയാക്കാനൊക്കെ പെട്ടെന്ന് പോയി റെഡിയാക്കി കൊടുക്കണം. അല്ലാണ്ട് റസൂല് പറഞ്ഞത് ഒരു വ്യക്തിയുടെ കൂടെ നടന്നിട്ട് അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക എന്നത് ഒരു മാസം എന്റെ ഈ പള്ളിയില്, മദീന പള്ളിയില് എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ മദീന പള്ളിയിൽ ഒരു മാസം എത്തിക്കാഫിരുന്നാൽ എത്ര വലിയ വിവാദത്തായിട്ടാണ് അത് കാണുന്നത്.
ഒരു സഹോദരന്റെ ആവശ്യം കൂടെ നടന്നിട്ട് അത് സാധിപ്പിച്ചു കൊടുത്താൽ അതിനേക്കാൾ വലിയ ഇബാദത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട്, നല്ല ബന്ധം ഉണ്ടാക്കുകയും ഉള്ളത് കൊണ്ടു നടക്കുകയും അതുവഴി വിജയിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും കുറയാതെ നമുക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫളല് കൊണ്ട് നൽകുമാറാകട്ടെ. അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ പേരിൽ പലരെയും സ്നേഹിക്കാൻ, ആ സ്നേഹം കൊണ്ടു നടക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപാകതകൾ മാപ്പാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല ക്ഷമ നൽകണേ റഹ്മാനെ. ആത്മാർത്ഥ ബന്ധം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ അപാകതകളും പുറത്തു തരണേ റഹ്മാനെ. രോഗങ്ങളെ ശിഫയാക്കി തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.